നമസ്തേ, എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 8ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആവശ്യം വേണ്ടതും എന്നാൽ പൊതുവെ തെറ്റ് വരുത്തുന്നതുമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വസ്ത്രം എടുത്തു ധരിക്കുന്നതിന് പുട്ട് ഓൺ എന്നാണ് പറയുക, വെയർ എന്നല്ല. യു ക്യാൻ പുട്ട് ഓൺ എനി സോർട്ട് ഓഫ് ക്ലോത്തിങ്. ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിനും പുട്ട് ഓൺ പറയാം. ഉദാഹരണത്തിന് ഷർട്ട് ഇടുന്നതിന് പുട്ട് ഓൺ യുവർ ഷർട്ട്, നിൻ്റെ ഷർട്ട് ഇട്. പുട്ട് ഓൺ യുവർ പാൻസ്, നിൻ്റെ പാൻസ് ഇട്. പാൻസ് ആയാലും ജീൻസ് ആയാലും പുട്ട് ഓൺ തന്നെ. പുട്ട് ഓൺ യുവർ വെസ്റ്റ്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബനിയനാണ്. ഇനി വസ്ത്രം കൂടാതെ വാച്ച് ധരിക്കുന്നതിനും ജ്വല്ലറി ധരിക്കുന്നതിനും പുട്ട് ഓൺ പറയാം. ഫോർഗോട്ട് ടു പുട്ട് ഓൺ മൈ വാച്ച്. അത് നമുക്ക് നാടൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫോർഗോട്ട് ടു ടേക്ക് മൈ വാച്ച് എന്നും പറയാം. വാച്ച് എടുക്കാൻ മറന്നു, അല്ലെങ്കിൽ വാച്ച് ധരിക്കാൻ മറന്നു എന്നുള്ള അർത്ഥത്തിൽ. ഇനി പുട്ട് ഓൺ യുവർ റിങ്, നിൻ്റെ മോതിരം ധരിക്കുക. പുട്ട് ഓൺ യുവർ ഇയർ റിങ്, നിൻ്റെ കമ്മൽ ധരിക്കുക. പുട്ട് ഓൺ യുവർ നെക്ലേസ്, നിൻ്റെ മാല ധരിക്കുക. പുട്ട് ഓൺ യുവർ ബ്രേസ്ലെറ്റ്, നിൻ്റെ ബ്രേസ്ലെറ്റ് ധരിക്കുക. പുട്ട് ഇറ്റ് ഓൺ യുവർ ലെഫ്റ്റ് ഹാൻഡ്, ഇത് നിൻ്റെ ഇടത്തെ കയ്യിൽ ധരിക്കുക. ഇത് എപ്പോഴും ഇറ്റ് പറയുമ്പോൾ എപ്പോഴും പുട്ട് ഓണിൻ്റെ നടുക്ക് വേണം പറയാൻ. എപ്പോഴും പുട്ട് ഇറ്റ് ഓൺ എന്ന് പറയണം, പുട്ട് ഓൺ ഇറ്റ് എന്ന് പറയാൻ പാടില്ല. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ റിങ് എന്ന് പറയുന്ന മോതിരമാണ്, നിങ്ങൾക്കറിയാം. ഇയർ റിങ് എന്ന് പറഞ്ഞാൽ അത് കമ്മലാണ്. മാലയുടെ പേര് നെക്ലേസ് എന്നാണ് ശരിക്കും. ഏത് തരം മാലയും നെക്ലേസാണ്. പക്ഷേ ചങ്ങല പോലെ കണ്ണികളുള്ള മാലയുടെ പേരാണ്, ആ മാലയ്ക്ക് നമുക്ക് ചെയിൻ എന്നും വിളിക്കാം, നെക്ലേസ് എന്നും വിളിക്കാം, ചെയിൻ എന്നും വിളിക്കാം. എന്നാൽ മുത്തും മറ്റും കോർത്ത മാല, ആ മാല അതിനെ ചെയിൻ എന്ന് വിളിക്കാൻ പാടില്ല, അത് നെക്ലേസാണ്. ഉദാഹരണത്തിന് എ പേൾ നെക്ലേസ്, എ ഡയമണ്ട് നെക്ലേസ്. ഇനി ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ എന്നാണ് അർത്ഥം, ആഭരണക്കട എന്നല്ല. മിക്കവരും തെറ്റായിട്ട് ധരിക്കുന്നു, ആഭരണക്കടയാണ് എന്ന് ധരിക്കുന്നുണ്ട്. ആഭരണക്കടയുടെ ഇംഗ്ലീഷ് ജുവല്ലേഴ്സ് എന്നാണ്, ജുവല്ലേഴ്സ് എന്നാണ്. ജ്വല്ലറിക്ക് അതുപോലെ തന്നെ ജ്വല്ലറി എന്ന പദത്തിന് പ്ലൂറൽ ഫോം ആയിട്ടുള്ള ജ്വല്ലറീസ് എന്ന് പറയുന്ന പദം എന്ന പദം ഇല്ല. ഒരെണ്ണത്തിന് എ പീസ് ഓഫ് ജ്വല്ലറി എന്നോ അൻ ഐറ്റം ഓഫ് ജ്വല്ലറി എന്നോ പറയാം. അത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ 2 pieces ഓഫ് എന്നോ 3 pieces ഓഫ് എന്നോ 5 pieces ഓഫ് എന്ന് പറഞ്ഞിട്ട് ജ്വല്ലറി എന്ന് പറയുക. അല്ലെങ്കിൽ 2 item ഓഫ് 3 item ഓഫ് ജ്വല്ലറി എന്ന് പറയാം. അതുപോലെ നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ ശരീരത്ത് ക്രീം, ലോഷൻ, പൗഡർ ഇതൊക്കെ ഇടുകയും പുരട്ടുകയൊക്കെ ചെയ്യാറുണ്ട്. അത് സ്പ്രെഡ് ചെയ്യുക എന്നാണ് പറയുക. അതിനും നമുക്ക് പുട്ട് ഓൺ ഉപയോഗിക്കാം. പുട്ട് ഓൺ സം പൗഡർ, കുറച്ച് പൗഡർ ഇടുക. അത് ഈ പൗഡർ എന്നുള്ളത് എഴുതുന്ന സമയത്ത് പൗഡർ എന്ന് മാത്രം പറയാതെ ഫേസ് പൗഡർ എന്നോ ടാൽക്കം പൗഡർ എന്നോ ആക്കണം. സാധാരണ ഫേസ് പൗഡർ എന്ന് പറഞ്ഞാൽ ഫേസിലിടുന്നതാണ്. ടാൽക്കം പൗഡർ എന്ന് പറഞ്ഞാൽ ഫേസിലും ഇടാം, ശരീരത്തും ഇടാം. വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് രണ്ടും നമുക്ക് പറയാം. ദെൻ നോ നീഡ് ടു പുട്ട് ഓൺ മേക്കപ്പ്. മേക്കപ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാര്യമില്ല. ഇനി തലയിൽ ഹെയർ ഓയിൽ പോലുള്ളവ മുടിയിൽ പുരട്ടുന്നതിനും പുട്ട് ഓൺ പറയാം. ഈ പുട്ട് ഓൺ ഹെയർ ഓയിൽ, നീ ഹെയർ ഓയിൽ പുരട്ടാറുണ്ടോ അല്ലെങ്കിൽ എന്ന് ചോദിക്കുന്നതിന് നമുക്ക് പുട്ട് ഓൺ ഉപയോഗിക്കാം. അപ്പോൾ വസ്ത്രം ഇടുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി വസ്ത്രം ഊരുന്നതിനെക്കുറിച്ച്, വസ്ത്രം അഴിച്ചു മാറ്റുന്നതിനെക്കുറിച്ച് വരുന്നത് ടേക്ക് ഓഫ് എന്നാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനി സാധാരണ നമ്മൾ ഷർട്ടും പാൻസൊക്കെ ഇടുമ്പോൾ ഷർട്ട് ഇൻ ചെയ്യുക എന്ന ഒരു രീതിയുണ്ട്. അതിനെ പലരും ഇൻഷർട്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് തെറ്റാണ്, ആ പദം തെറ്റാണ്. പകരം ടഗ് ഇൻ എന്നാണ് പറയേണ്ടത്. ടഗ് ഇൻ യുവർ ഷർട്ട്, നിൻ്റെ ഷർട്ടിൻ്റെ അറ്റം പാൻസിനുള്ളിലേക്ക് തിരികെ വയ്ക്കുക എന്നാണ് അർത്ഥം. ഇനി ഇതിനെ ടഗ് യുവർ ഷർട്ട് ഇൻ ടു യുവർ പാൻസ് എന്നും പറയാം.
അതുപോലെ തന്നെ ടഗ് യുവർ ഷർട്ട് ഇൻ വിത്ത് എ ബെൽറ്റ്. ഷർട്ട് പാൻസിനും മറ്റും ഉള്ളിലേക്ക് ആക്കിയിട്ട് ബെൽറ്റ് ഇട് എന്നർത്ഥം. ഇതുപോലെ കിടക്കയുടെ മേൽ വിരിക്കുന്ന വിരിപ്പിൻ്റെയും മറ്റും അറ്റം മടക്കി കിടക്കയുടെ അടിയിലേക്ക് മടക്കി വയ്ക്കുന്നതിന് നമുക്ക് ടഗ് ഇൻ എന്ന് പറയാം. ടഗ് ഇൻ ദ ബെഡ് സ്പ്രെഡ് എന്നാണ് പറയുക. അതിന് ബെഡ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ വിരിപ്പാണ്. വിരിപ്പ് പക്ഷേ സാധാരണ വിരിപ്പിന് നമ്മൾ ഷീറ്റ് എന്നാണ് പറയുക, ചിലർ ബെഡ് ഷീറ്റ് എന്ന് പറയും. ഈ ബെഡ് ഷീറ്റിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് വിരിച്ചിടുന്ന വിരിപ്പാണ് ബെഡ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇനി ടഗ് യുവർ ജീൻസ് ഇൻ ടു യുവർ ബൂട്ട്സ്. നിൻ്റെ ജീൻസിൻ്റെ അറ്റം അറ്റം ബൂട്ട്സിൻ്റെ ഉള്ളിലേക്ക് ആക്കി വയ്ക്കുക എന്ന് പറയുന്നതിനും ടഗ് അതിന് ടഗ് ഇൻറ്റു എന്നാണ് പറയുക. ടഗ് യുവർ ജീൻസ് ഇൻ ടു യുവർ ബൂട്ട്സ്. ഇതുപോലെ തന്നെ മുണ്ട്, സാരി, പാവാട തുടങ്ങിയവ മടക്കി കൊടുക്കുന്നതിനും അല്ലെങ്കിൽ പൊക്കി കുത്തുന്നതിനും ടഗ് അപ്പ് എന്ന് നമുക്ക് പറയാം. മടക്കി കൊടുക്കുന്നതിനും പൊക്കി കുത്തുന്നതിനും. ടഗ് അപ്പ് യുവർ ലോയിൻ ക്ലോത്ത്. ടഗ് അപ്പ് യുവർ ലോയിൻ ക്ലോത്ത്. ലോയിൻ ക്ലോത്ത് എന്ന് പറയുന്നത് മുണ്ടാണ്, നമ്മുടെ മുണ്ടാണ്. അതിന് ധോത്തി എന്ന് പറയുന്ന ഒരു വേർഡും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും ധോത്തി എന്ന് പറയുന്നത് മുണ്ടിന് പകരം ഉപയോഗിക്കാമെങ്കിലും ശരിക്കും അത് വടക്കിൻ്റെക്കാർ ധരിക്കുന്ന മുണ്ടാണ്, നീളം കൂടിയ മുണ്ടാണ്. ഇനി ടഗ് അപ്പ് യുവർ സ്കേർട്ട്. സ്കേർട്ട് എന്ന് പറഞ്ഞാൽ പാവാടയാണ്. പാവാട പൊക്കി കുത്തുക എന്നർത്ഥം. ടഗ് അപ്പ് യുവർ സ്കേർട്ട്. ഓക്കെ. ഇനി നമുക്ക് ടഗ് ഇൻ ചെയ്തിരിക്കുന്ന ഷർട്ട് പാൻസിനും മറ്റും പുറത്തേക്ക് മടക്കി, അത് നമ്മൾ ടഗ് ഇൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഷർട്ട് പാൻസിൻ്റെ മറ്റും പുറത്തേക്ക് എടുത്തിടുക എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ മടക്കി കുത്ത് അഴിച്ചിട്, അതുപോലെ പൊക്കി കുത്തിയത് അഴിച്ചിട്, ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് ശരിക്കും അൺടഗ് എന്നൊരു വേർഡ് ഉണ്ട്. പക്ഷെ പൊതുവെ സംഭാഷണത്തിൽ അത് ആരും പറയാറില്ല. പകരം വെയർ സംതിങ് ലൂസ് എന്താണ്, വെയർ യുവർ ഷർട്ട് ലൂസ്. അപ്പോൾ നമ്മുടെ നിൻ്റെ ഷർട്ട് ലൂസാക്കിയിട്, അത് പുറത്തേക്ക് എടുത്തിട്ട് എന്നർത്ഥം. വെയർ യുവർ ലോയിൻ ക്ലോത്ത് ലൂസ്, നിൻ്റെ അതായത് മടുക്കുത്തഴിച്ചിട്ട്. വെയർ ഇറ്റ് ലൂസ്, അത് അഴിച്ചിട് എന്നൊക്കെയാണ് പറയുക. ഇനി ടഗിന് എന്തെങ്കിലും മടക്കി മറ്റെന്തെങ്കിലും ഉള്ളിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഭദ്രമായിട്ട് വയ്ക്കുന്നതിനും ടഗിൻ എന്ന് നമുക്ക് പറയാം. ഉദാഹരണത്തിന് ടഗ് യുവർ ഗ്ലാസസ് ഇൻ യുവർ പോക്കറ്റ്. പിന്നെ നിൻ്റെ കണ്ണട എടുത്ത് മടക്കി പോക്കറ്റിലിടുക എന്നാണ്. ടഗ് ദാറ്റ് ന്യൂസ് പേപ്പർ അണ്ടർ യുവർ ആം. ആ പത്രം മടക്കി നിൻ്റെ കക്ഷത്തിൽ വയ്ക്കുക. ടഗ് ദാറ്റ് ലെറ്റർ ഇൻ ദ ഡ്രോ. ആ കത്ത് മടക്കി മേശവലിപ്പിൽ വയ്ക്കുക. ഡ്രോ DRAWER എന്നാണ് എഴുതുന്നതെങ്കിലും വായിക്കുന്നത് ഡ്രോ എന്നാണ്. മേശയുടെ വലിപ്പാണ്. ഇനി ടഗ് ഇൻ യുവർ ലെഗ്സ്. നിൻ്റെ കാല് മടക്കി വയ്ക്കുക. കാല് നിരത്തി വയ്ക്കുന്ന, കാല് മടക്കി വയ്ക്കുക എന്ന് പറയുന്നതിന്, അതുപോലെ തന്നെ കൈ മടക്കി വയ്ക്കുക എന്ന് പറയുന്നതിന് ടഗ് യുവർ ആംസ് എന്നാണ് പറയുക. ടഗ് ഇൻ യുവർ ലെഗ്സ്, ടഗ് ഇൻ യുവർ ആംസ് എന്നാണ് പറയുക. ഇനി ഇത്തരം സ്ഥലങ്ങളിൽ ടഗ് യുവർ ലെഗ്സ് ഇന്നോ ടഗ് യുവർ ആംസ് ഇന്നോ അതൊക്കെ പറയാം നമുക്ക്, കുഴപ്പമില്ല. ഇനി ഷർട്ടിൻ്റെ കൈയിന് സ്ലീവ് എന്നാണ് പേര്. രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് സ്ലീവ്സ് എന്ന് പറയുന്നു. ഇനി കൈ ചുരുട്ടി വയ്ക്കുന്നതിന് റോൾ അപ്പ് എന്നാണ് പറയേണ്ടത്. റോൾ അപ്പ് യുവർ സ്ലീവ്സ്. നിൻ്റെ ഷർട്ടിൻ്റെ കൈ മടക്കി വയ്ക്കുക എന്ന് പറയുന്നു. ഇനി ഐ വോണ്ട് എ ഷർട്ട് വിത്ത് ലോങ് സ്ലീവ്സ് എന്ന് നമ്മൾ പറയുന്നത് കരുതുക. എനിക്ക് നീണ്ട ഫുൾ കൈയുള്ളൊരു ഷർട്ട് വേണം എന്ന് ആണ് എൻ്റെ അർത്ഥം. ഇവിടെ ഫുൾ കൈ എന്നുള്ള ഷർട്ടിന് നമുക്ക് എ ഷർട്ട് വിത്ത് ലോങ് സ്ലീവ്സ് എന്നോ അല്ലെങ്കിൽ എ ലോങ് സ്ലീവ്ഡ് ഷർട്ട് എന്നോ പറയാം. ഹാഫ് കൈ ഉള്ള ഷർട്ടിന് എ ഷർട്ട് വിത്ത് ഷോർട്ട് ലീവ്സ് എന്നോ എ ഷർട്ട് വാട്ട് ഈസ് കോൾഡ് ഷോർട്ട് സ്ലീവ്ഡ് ഷർട്ട് എന്നോ പറയാം. ഇനി യു ബട്ടൺ അപ്പ് യുവർ ഷർട്ട്. നിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഇടുക. ഇത്
യു ബട്ടൺ യുവർ ഷർട്ട് എന്നും പറയാം, യു ബട്ടൺ അപ്പ് യുവർ ഷർട്ട് എന്നും പറയാം. രണ്ടിനും ഷർട്ടിൻ്റെ ബട്ടൺ ഇടുക എന്നർത്ഥം. ഇനി അൺബട്ടൺ യുവർ ഷർട്ട് എന്ന് പറഞ്ഞാൽ ഷർട്ടിൻ്റെ ബട്ടൺ അഴിക്കുക എന്നർത്ഥം. 2 items ഓഫ് ജ്വല്ലറി എന്ന് പറഞ്ഞിടത്ത് 2 items ഓഫ് ജ്വല്ലറി എന്ന് പറഞ്ഞതായിട്ട് തോന്നുന്നു. അത് 2 items ഓഫ് ജ്വല്ലറി എന്നാക്കി എടുക്കുക. പുതുതായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.